എല്ലാവരും സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റും ഹലോ സോറി കേട്ടോ, 2 പേര് സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ധരിക്കുക, മാസ്ക് വയ്ക്കുക. അപ്പോൾ ഞാൻ എപ്പോഴെങ്ങനെ ഓർഡറിൽ പറയുന്നത് തെറ്റി പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഇൻട്രോ ഞാൻ പറയുന്നത് സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റും ധരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് കാണുമ്പോഴെങ്കിലും ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ തുച്ഛമായ വരുമാനത്തിലൊക്കെ നമ്മൾ എല്ലാവരും തന്നെ, ഞാൻ ഉൾപ്പെടെ, നമ്മൾ കൊണ്ടുപോയി പൈസയൊന്നും അടയ്ക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പോൾ ഇതിൽ പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഞാനിത് കാണിച്ചപ്പോൾ പേളിൻ്റെയൊക്കെ കാണിച്ചപ്പോൾ വളയുടെ പേൾ കൊണ്ടുള്ള എന്തെങ്കിലും ഇടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് വളയിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, അപ്പോൾ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവർക്ക് കുറേ ബീഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കല്യാണത്തിനൊക്കെ പോകാനായിട്ട് ബീഡ്സ് പേസ്റ്റ് തേച്ചിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്ന് ആകെ കുളമായി. ഹലോ, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എന്തോ അറിയില്ല, രാവിലെ തൊട്ടേ അല്ല, വീഡിയോ എടുക്കുമ്പോൾ തൊട്ടേ എന്തൊക്കെയോ പ്രശ്നമാണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു നൈബർ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു ജനൽ കൂടി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, വള വെച്ചിട്ടുള്ളത് കാണിച്ചു തരുമോ പറഞ്ഞിട്ടാണ്. അവരുടെ കയ്യിൽ കുറേ ബീഡ്സ് ഉണ്ട്, അപ്പോൾ പേസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ ശരി പറഞ്ഞിട്ട് ഞാൻ അത് ഇടുന്നതാണ്, കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബേസ് വള വാങ്ങാൻ കിട്ടും കടയിൽ. അപ്പോൾ അത് ഉണ്ടോ, ഹോളൊക്കെ ആയിട്ട് ഉണ്ടോ, ഹോളൊക്കെ വെച്ചിട്ട് ബീഡ്സ് വാങ്ങാൻ കിട്ടും. ഇങ്ങനെ ഒരു കുഴി ഉണ്ടാവും, അങ്ങനത്തെ വാങ്ങിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ബീഡ്സ് വെക്കുമ്പോൾ ഗ്രിപ്പായിട്ട് വരിക. ഉണ്ടോ, നമ്മൾ പേസ്റ്റ് തേച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ തയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇടാനൊന്നും അങ്ങനെ ഇളകിയൊന്നും വരില്ല. ഈ ഫെവി ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പേസ്റ്റാണ് ഞാൻ എല്ലാത്തിലും ഒട്ടിക്കുന്നത്, ഫെവി ബോണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഫാബ്രിക് ഗ്ലൂ നല്ല പേസ്റ്റല്ല, ഫാബ്രിക് ഗ്ലൂ ഈ ബീഡ്സൊക്കെ ഒട്ടിക്കുന്ന നല്ല ഇതാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏത് തരം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ച് അപ്പോൾ ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം. അത്യാവശ്യമൊക്കെ ആണെങ്കിൽ പിന്നെ ഒട്ടിച്ച് കൊടുത്തിട്ട് അതാണ് എളുപ്പം. ഒട്ടിച്ച് കൊടുത്ത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ തയ്ച്ചെടുത്താൽ മതി, തയ്ച്ച് അടിയിൽ കെട്ടിയാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഗോൾഡ് വളയിൽ തന്നെ ഞാൻ അങ്ങനെ ഒരു ബീഡ്സിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ തന്നെ ചെയ്തെടുത്തത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഗോൾഡിൻ്റെ വളയിൽ ഞാൻ ബീഡ്സ് വെച്ചിട്ട് ചെയ്തിട്ട് ഈ 2 വളയിൽ ബേസുള്ള പോലത്തെ വളയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കെട്ടി വെച്ചിരിക്കുന്നതാണ് നൂല് കൊണ്ട് 2 അറ്റത്തും. ഇത് വെറുതെ ഒരു ഗോൾഡ് വളയാണ്. അപ്പോൾ അതിൻ്റെ 2 അറ്റത്തും ഇങ്ങനെ ചെയ്തെടുത്തിട്ട് കെട്ടി വയ്ക്കുമ്പോൾ ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ. ഞാൻ ചിലവരൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാവും, ഞാൻ കല്യാണത്തിനൊക്കെ ഇടാറുണ്ട്. കണ്ടോ, അപ്പോൾ ഇത് പ്ലെയിനായിട്ട് ഇടുന്നതിനേക്കാൾ ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഈ 2 പേൾ വെച്ചിട്ടുള്ളത് എൻ്റെ ഐഡിയ ആണ്. അപ്പോൾ ഞാനൊരു വെറൈറ്റി ആക്കി എടുത്തതാണ്. എല്ലാവരും ചോദിക്കും ഇതെവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഇതെങ്ങനെയാണ് പറഞ്ഞിട്ട്. കെട്ടി വെച്ചിരിക്കുന്നതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ കണ്ടോ, നല്ലൊരു ഐഡിയ ആണ്, നല്ലൊരു ലുക്ക് കണ്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഗോൾഡിൽ ഞാൻ ഇത് കവറിങ് ആണ്, ഈ ബേസ് പോലത്തെ അതിൽ വെച്ചിട്ട് ഞാൻ നൂല് വെച്ച് കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഏത് ബീഡ്സ് വെച്ചിട്ടും ഈ ബേസ് വള വാങ്ങിച്ചാൽ അധികം വിലയൊന്നുമില്ല, അത് കളറൊന്നും പോവില്ല. നിങ്ങൾക്ക് കൈയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ബീഡ്സ് വെച്ചിട്ട് ഞാൻ വെറുതെ, ഇത് സാധാരണ ഉള്ള വളയാണ്. ഇത് ബേസൊന്നുമല്ല, ഇത് വന്നിട്ട് ബേസ് പിന്നെയാണ് ഞാൻ വാങ്ങിയത്. ഇത് വന്നിട്ട് ചരിഞ്ഞിരിക്കുകയാണ്. ഇത് വന്നിട്ട് സാധാരണ ഒരു വെറുതെ ഇടുന്ന ഒരു വളയായിരുന്നു. ഇത് എവിടെ നിന്നോ എനിക്ക് കിട്ടിയതാണ്, അത് തന്നതോ വാങ്ങിയതോ ആണ്, വർഷങ്ങൾ കടന്നു. അപ്പോൾ അതിൽ ഞാൻ ബീഡ്സ് വെച്ചിട്ട് കണ്ടോ, അടിയിൽ കൂടി കമ്പി കൊടുത്ത് ഫ്ലെക്സിബിൾ തിന്നായിട്ടുള്ള കമ്പി കൊടുത്തിട്ട് കെട്ടി വെച്ച്. നിങ്ങൾ നൂല് കൊടുത്തിട്ടായാലും എങ്ങനെയായാലും നിങ്ങളുടെ ഇതുപോലെ ടാങ്കീസ് വേണ്ട കേട്ടോ, ടാങ്കീസ് കെട്ടണ്ടേ. അപ്പോൾ അത് കെട്ടിയാൽ നിൽക്കില്ല. അല്ലെങ്കിൽ ബീഡ്സ് വെച്ച് ഒട്ടിച്ചാലും മതി.
അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ? അപ്പോൾ 1-2 ഞാൻ പറഞ്ഞത് കണ്ടോ? ഞാൻ ആ ബ്രേസ്ലെറ്റ് പറഞ്ഞില്ല, അത് വെച്ച് കാണിച്ചു തരാം. ഈ ബേസുള്ള വളയിൽ നിങ്ങളെങ്ങനെ നൂല് കൊരുത്തിട്ട് നിങ്ങൾക്ക് എളുപ്പം നിങ്ങൾക്ക് വള ഉണ്ടാക്കാനായിട്ടുള്ള ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ ബേസിൽ നിങ്ങളെങ്ങനെ കൊരുക്കുക, ഏതിലെ നൂലിൽ എന്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊരുത്തെടുത്തിട്ട് ഈ ബേസിൻ്റെ ഉള്ളിൽ, അപ്പോൾ ഈ കുഴിയുടെ ഉള്ളിൽ ഇത് വന്ന് നിൽക്കുമല്ലോ, ഉണ്ടോ? എന്നിട്ട് ഈ പശ തേച്ച് കൊടുക്കുക. ഈ കുഴിയുടെ ഉള്ളിൽ മുഴുവൻ പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അങ്ങോട്ട് ഒട്ടിച്ച് ഞാൻ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കെട്ടിയാൽ മതി. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കറുത്ത നൂലോ ഗോൾഡൻ നൂലോ ഇട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ടൊരു വള പല ടൈപ്പിൽ കണ്ടോ, ബ്ലാക്ക്. അപ്പോൾ ഈസി ആയിട്ട് ഇനി നിങ്ങൾ വള ഉണ്ടാക്കുമല്ലോ, നമുക്ക് വെളിയിൽ നിന്ന് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പല കളറിലുള്ളതുണ്ട്. ഇതിൻ്റെ തന്നെ ഞാൻ മാലയുടെ ഒരു ബീഡ്സ് വെച്ചിട്ട് ഇതുണ്ട്. ഈ മാല നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലേ, ഈ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കൊരുത്തിട്ട് കണ്ടോ. നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കണം. ഒരു 5 പൈസ നമുക്ക് ചിലവില്ല. ഈ ബീഡ്സിനൊന്നും വലിയ വിലയൊന്നുമില്ല, വളയ്ക്ക് തീരെ വിലയില്ല. അപ്പോൾ കുറച്ച് ബേസ് നിങ്ങളുടെ അളവിനനുസരിച്ച് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളയുണ്ടാക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞ ഫ്രണ്ടിന് ഇത് മനസ്സിലായിട്ടുണ്ടാകും. ഇന്ന് തന്നെ ഉണ്ടാക്കുന്നു തോന്നണം. അപ്പോൾ ഇനിയൊരു വൈറ്റിൻ്റെ ഇതും കൂടി വെച്ച് കാണിച്ചു തരാം. ഒക്കെ മാലകളാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇത് കണ്ടോ, ഇതേപോലെ കൊരുത്തിട്ട് പേസ്റ്റ് തേച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ എന്താ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള ഐഡിയ ഒന്നും ആരും കാണിച്ചു തരില്ലല്ലോ. എന്ത് നോക്കും. അപ്പോൾ ഇത് നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ എന്തോരം വിലയാണ് അല്ലേ. എന്നിട്ട് ഇങ്ങനെ ഈസി ആകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾ നൂലിട്ട് കെട്ടി എടുക്കുക. അറിയൊന്നുമില്ല, ഇങ്ങനെ വെറുതെ കെട്ടൊന്നും വേണ്ട. ഇടയിലിടയിൽ ചുറ്റി എടുത്താൽ മതി. ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ വളയ്ക്കും ബീഡ്സിനനുസരിച്ചുള്ള നൂലാണ് നിങ്ങൾ തയ്ക്കണ നൂല് തന്നെ എടുക്കേണ്ടത്. അപ്പോൾ ഒട്ടും അറിയില്ല ഉണ്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ച് ഞാൻ ഇട്ട വീഡിയോ എനിക്ക് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.